ചെത്തുകാരൻ്റെ മകനാണെങ്കിലും അവൻ കൊള്ളാവുന്ന ഈഴവനല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ വാചകം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരാളെ പോലും അവിടെ നിർബന്ധിച്ച് കയറ്റാൻ ഞങ്ങൾക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ശക്തനായ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഉത്തരവ് നടപ്പിലാക്കാൻ കെൽപ്പില്ലാത്തൊരു സർക്കാരിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചർച്ച ചെയ്തു എന്ന് വാർത്ത പുറത്തേക്ക് കൊടുത്ത ഒറ്റുകാരാണെന്ന്. ആലപ്പുഴ എടുക്കുമ്പോൾ കൂടുതൽ വോട്ട് പോയിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ. വൻതോതിലുള്ള കള്ളപ്രചാര വേലകളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി LDF വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ പല കാരണങ്ങളാലുള്ള അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും മുൻ ആലപ്പുഴ MP-യുമായ AM ആരിഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കനലായി കത്തിജ്വലിച്ച് നിന്ന AM ആരിഫിന് 2024 എന്ത് പറ്റി? പരാജയം കേരളം ഒട്ടാകെ അഞ്ഞടിച്ച ഒരു UDF അനുകൂല തരംഗത്തിൽപ്പെട്ടാണ് ഇവിടെയും പരാജയം ഏറ്റുവാങ്ങിയത്. ഇവിടെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച വോട്ട് ഇത്തവണ കിട്ടിയില്ല. 1,10,000-ഓളം വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ UDFനും ഏതാണ്ട് 40,000-45,000-ഓളം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട വോട്ട് നേരെ രണ്ട് പക്ഷത്തു നിന്നും പോയിട്ടുണ്ടെങ്കിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വോട്ട് പോൾ ചെയ്തില്ല. എന്നാലും പോൾ ചെയ്തതിൻ്റെ ഇത്രയും നോക്കുമ്പോൾ അത് NDAക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വോട്ട് LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും LDFനെ കൈവിടാത്ത പല പഞ്ചായത്തുകൾ, പല പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഒരു വലിയ ഒരു ഒഴുക്കാണ് LDFന് വലിയ തോതിലുള്ള വോട്ടൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എന്തെല്ലാമാണ്, ഏതെല്ലാം വിഭാഗങ്ങളുടെ വോട്ടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് വേണം നിഗമനത്തിലേക്ക് എത്താൻ. പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും UDFന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. പണ്ട് മുതലേ അതാണ്. അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം വന്നത്, പ്രകടമായ ഒരു വ്യത്യസ്ത അനുഭവം വന്നത് 2004-ലാണ്. അന്ന് ബംഗാൾ വളരെ ശക്തമാണ്. 42 സീറ്റോളം കൊണ്ടുവരാൻ പറ്റുന്ന ശക്തിയുണ്ട്. ത്രിപുരയുണ്ട്. കേരളത്തിൽ നിന്നുള്ള കൂടി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കോലീഷൻ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിന് നിർണായകമായ റോളുണ്ടാവും എന്ന് കേരളത്തിലെ വോട്ടർമാർ ചിന്തിച്ചു. UDF ആണെങ്കിൽ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലുമായിരുന്നു അന്ന്. അതായത് പിന്നെ വലിയ തരത്തിലുള്ള ആഭ്യന്തര കുഴപ്പത്തിലുമായിരുന്നു അന്നത്തെ കാലയളവിൽ. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടാണ് അന്ന് കിട്ടിയത് 2004 18 സീറ്റ് കിട്ടിയത്. ബാക്കി പൊതുവെ എടുത്താൽ മുൻകാലങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ ഒരാൾ സീറ്റ്, സുരേഷ് കുറുപ്പ്, പിന്നെ അങ്ങനെ 2-3 പേര്, തമ്പാൻ തോമസ്, പിന്നെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ജയിച്ചു. പിന്നെ ഇവിടുന്ന് ആഞ്ചലോസ് മാത്രം ജയിച്ചൊരു കാലയളവുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ 1-3 അപ്പുറം അങ്ങനെ പോകാറില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്ക് നിർവഹിക്കാനില്ല എന്നൊരു തോന്നൽ പൊതുവിലുണ്ട്. അത് മോദി ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിച്ച മതന്യൂനപക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾ, അവർ കൂട്ടത്തോടെ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ അതൊക്കെ കൂടി പ്രതിഫലിച്ച് വന്നപ്പോഴാണ് ഈ വോട്ടിൻ്റെ ചോർച്ച ഉണ്ടായിട്ടുള്ളത്. പിന്നെ പരമ്പരാഗതമായി LDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ പല കാരണങ്ങളാലുള്ള അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അസംതൃപ്തി ഇപ്പോൾ പാർട്ടി തന്നെ കണ്ടെത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ പെൻഷൻ്റെ വൈകിയത്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഉള്ള വിഭാഗം. പിന്നെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്, സമുദായത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് കണക്കാക്കി അവർ സാമുദായികമായി ചിന്തിക്കാതെ തന്നെ അവർ ഭരണമാറ്റത്തെ ആഗ്രഹിച്ചു. അപ്പോൾ കുറച്ചുകൂടി മതനിരപേക്ഷമായി അവിടെ മുസ്ലിം സമുദായം ഒരു നിലപാടെടുത്തു. അവർക്ക് മാറ്റം, മോദി ഭരണകൂടം മാറണം എന്നുള്ളതാണ് അവരുടെ നിലപാടെടുത്തത്. സ്വാഭാവികമായും മോദി ഭരണകൂടം മാറണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന LDF വിജയിച്ചു വന്നാലും സാധിക്കുമെന്നൊരു ബോധ്യമുണ്ടാക്കുവാൻ അപ്പോൾ ഇടതുപക്ഷം സാധിച്ചില്ല എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ പോലും ഇപ്പോൾ പാർട്ടി അണികളിൽ പോലും തന്നെ വലിയ തരത്തിലുള്ള ഈ നിലപാടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ബാക്കിയായിരുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിൽ LDF ഉണ്ട്.
എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ LDFൻ്റെ CPM പ്രതിനിധി ആരാണ് എന്ന് ഇതുവരെ നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിനിധി എന്ന നിലയിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് CPM പോയില്ല. അങ്ങനെ വന്നപ്പോൾ പോലും പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിലും പാർട്ടി സഖാക്കളിലും അനുഭാവികളിലും ഇടയിലും വന്നു. തന്നെയല്ല, ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന കക്ഷിക്ക് ഒരു വോയിസ് ഉണ്ടാവണം. പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ അതാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു സാധ്യതയും ആ നിലയിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികളിൽ ഇടതുപക്ഷത്തിന് അത്രത്തോളം അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സംബന്ധിച്ച് ധാരാളം സംശയം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ നമുക്ക് പൂർണ്ണമായും കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. തെറ്റിദ്ധാരണ നിലനിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഇപ്പോൾ പോയാൽ LDF പോകുന്നതായിരുന്നു കുറേ കൂടി മെച്ചം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 5 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ കോൺഗ്രസ്സിന് 52 സീറ്റുണ്ടായിരുന്നു. ഇപ്പം 100 ആയെങ്കിലും 52 ഉണ്ടായിരുന്നു. ആ 52 വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പാർലമെൻറ്റ് ചെയ്തിട്ടില്ല. ഒരു പാസീവ് റോളാണ് യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത്. ഒരു അഗ്രസീവായ പ്രതിപക്ഷമായി മാറാൻ വേണ്ട ഫ്ലോർ മാനേജ്മെൻറ്റ് നടന്നിട്ടില്ല. പ്രതിപക്ഷത്തെ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് അവരെ തമ്മിൽ ഏകോപിപ്പിക്കുക എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് 52-ൽ ഇവിടുന്ന് പോയ 18 ഈ LDF ആയിരുന്നെങ്കിലോ കുറച്ചുകൂടി ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുമായിരുന്നു ഉള്ളത് വെച്ചുകൊണ്ട്. അതാണ് രാജ്യസഭയിലെ പ്രതിപക്ഷത്ത് വളരെ അഗ്രസീവായിരുന്നു, ഇടതുപക്ഷം ഉൾപ്പെടെ. അവിടെ എണ്ണത്തിൻ്റെ ഇതിൽ ഇടതുപക്ഷത്തിന് 5, 6, 7 പേരുണ്ടായിരുന്നു എല്ലാം കൂടി ചേരുമ്പോൾ. ബാക്കി എല്ലാ മറ്റ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ LDF ഒരു പ്രോമിനൻ്റ് റോൾ എടുത്തു. അത് പലതും രാജ്യസഭയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഈ രാജ്യസഭാ സീറ്റുമായി സംബന്ധിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ കാര്യമായി പ്രീണപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇടതുപക്ഷം എന്നൊരു ആരോപണം SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയുണ്ടായി. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അതൊരിക്കലും യോജിക്കാൻ കഴിയത്തില്ല. എല്ലാവരും കണക്ക് വെച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ 2 പേര് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒന്നും ഒട്ടുമില്ലായിരുന്നു. മുൻകാലങ്ങളിൽ അതില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു കറങ്ങി തിരിഞ്ഞ് വന്നപ്പം രണ്ട് പേര് കൂടി എന്നുള്ളത് വരുന്നത്. ഇടതുപക്ഷത്തു നിന്ന് വരുന്ന ഇപ്പോൾ റഹീമിൻ്റെ പേരും മറ്റേ സുനീറിൻ്റെ പേരും ഒക്കെ വരുന്നത് ഇപ്പോഴാണ്. സാധാരണ നിങ്ങൾ രാജ്യസഭയുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിക്കോ, ഇതുവരെയുള്ള രാജ്യസഭാ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അത്യപൂർവമായി മാത്രമേ മുസ്ലിംസിന് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഒരു ക്രൈസ്തവം വരും ഓടുന്നു. അത് തന്നെ ഒരു ഇതാണ്. ബാക്കി നോക്കിക്കോ, നിങ്ങൾ എടുത്ത് വെച്ച് നോക്കി. ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതി എന്താ, നേരത്തെ തന്നെ ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ജനതാദളിൻ്റെ മാതൃഭൂമിയുടെ മറ്റേ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ. എല്ലാം എടുത്തു വെച്ച് നോക്കിക്കോ. ഓരോന്നെടുത്ത് നോക്കിയാലും എണ്ണത്തിൽ എപ്പോഴും ഭൂരിപക്ഷ സമുദായത്തിനാണ് നല്ല പ്രാതിനിധ്യം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഭൂരിപക്ഷ സമുദായത്തിനല്ല, വരുന്ന ഹൈന്ദവ വിഭാഗങ്ങൾക്കാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ വളരെ റെയറായിട്ട് മാത്രമാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ മുസ്ലിം ലീഗിന് വേറെ ആളെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ കിട്ടുന്ന 2 സീറ്റ് എപ്പോഴും അവരുടെ തന്നെ ലീഗ് അവർക്കിപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് ഹൈന്ദവ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ള വിവിധ വിഭാഗങ്ങളാണ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി CPM തങ്ങളുടെ സീറ്റ് സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ പറയാൻ പറ്റും? ഏത് സീറ്റ് പിന്നെ വിട്ടുകൊടുത്തതോ? CPMൻ്റെ സീറ്റ് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയല്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി, അവർ UDFൽ നിന്നവരാണ്. അവർ LDF പക്ഷത്തേക്ക് ചേരുന്ന സമയത്ത് അവർക്കെന്താണോ അപ്പുറത്തുണ്ടായിരുന്നത് ആ സ്റ്റാറ്റസ് കോ ഇപ്പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്തുള്ള എഗ്രിമെൻ്റ് അതാണ്, വ്യവസ്ഥ അതാണ്. ആ വ്യവസ്ഥയിൽ നിന്ന് പാർലമെൻറ്റിൽ ലോകസഭയിൽ ഉണ്ടായിരുന്നൊരു സീറ്റ് അവർക്ക് നഷ്ടമായി. രാജ്യസഭയിലും കൂടി ഇല്ലാതാകുമ്പോൾ പിന്നെ അവർ സ്വാധീനമില്ലെന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കും. ഇവരെ തന്നെ ഈ പറയുന്ന വിമർശകർ തന്നെ പിന്നെ പരിഹസിക്കും. അപ്പോഴും അവരെ പരിഹസിപ്പിച്ച് അപ്പുറത്താക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കും. അതായത് CPA പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്.
അത് ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ടതും ചെറുതും വലുതും എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ വലിയ ആളുണ്ടായിട്ടാണോ നമ്മളിപ്പം പിന്നെ നമ്മുടെ മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടുള്ള പിന്നെ ഇദ്ദേഹം നമ്മുടെ എന്തുവാ ഒരു പുരാവസ്തു വകുപ്പ് മന്ത്രി ഒക്കെ കൊടുത്തിരിക്കുന്ന മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്ന അവരുടെ ആളെണ്ണത്തിൻ്റെ കേരളത്തിലാകെയുള്ള എടുത്ത NCPക്ക് അവരെല്ലാം കൊടുത്തിരിക്കുന്നതല്ലേ. ഘടകകക്ഷികളോട് മാന്യമായി അവർക്ക് തത്തുല്യമായ ഒരു അംഗീകാരം കൊടുക്കുക. അവരുടെ എണ്ണത്തിൻ്റെ വലിപ്പത്തിലൊന്നും നോക്കിയിട്ടല്ല. അവർ നിൽക്കുന്നു, അവർക്ക് മാന്യമായ അംഗീകാരം കൊടുക്കുക. ഇതാണ് LDFൻ്റെ നയമാണിത്. ഈ കാലങ്ങളായി CPM-നോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ CPIയിലെ ഇടുക്കി ഘടകം അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള ജില്ലാ കമ്മിറ്റിയിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് അത്തരത്തിലുള്ള പരസ്യമായൊന്നും അവർ അങ്ങനെ ഉന്നയിച്ചതല്ലല്ലോ. അവിടെ ആരെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത വിവരങ്ങൾ ചോർന്നു വന്ന് കിട്ടിയ വിവരങ്ങളാണ്. അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് സത്യത്തിൽ അറിയാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റുന്നൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം അങ്ങനെ ഒരാൾക്കൊരു തോന്നലുണ്ടായി, ഒന്നോ രണ്ടോ പേര് പറഞ്ഞു, ഘടകമാകെ പറഞ്ഞതായിട്ടൊന്നും അല്ല പറയുന്നത്. അവിടെ ചർച്ച വന്നു. അപ്പോൾ പല രൂപത്തിലുള്ള ആളുകൾ കാണും. രാഷ്ട്രീയമായി CPI എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാരും അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ അതിന് നയരൂപീകരണമുണ്ട്. CPM-നെ പോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ ചേർന്നാണ് നയം രൂപീകരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ചേർന്നാണ് നയം രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു നയം രൂപീകരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നയം ആവിഷ്കരിച്ചുള്ളത് CPIയുടെ പാർട്ടി കോൺഗ്രസ്സാണ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ നയം മാറ്റാൻ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഒന്നോ രണ്ടോ പേര് ഇരുന്ന് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിനോയ് വിശ്വസഖാവ് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ചർച്ച ചെയ്തു എന്ന് വാർത്ത പുറത്തേക്ക് കൊടുത്ത ഒറ്റുകാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒറ്റുകാരുടെ അഭിപ്രായങ്ങൾക്കൊന്നും നമ്മൾ മറുപടി പറയാൻ പോകേണ്ട കാര്യമില്ല. വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി കമ്മിറ്റികളിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാരെക്കുറിച്ചും വിമർശിക്കാം. ആ വിമർശനത്തിന് അവരുടെ പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. നമ്മൾ ഇപ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യം ഇല്ല. CPI CPM വിട്ട് പോകാൻ പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ കാര്യമായി പ്രചരിക്കുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ സാധ്യത കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. കാര്യം CPIക്ക് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റായ ഒരു പാർട്ടി ആയതുകൊണ്ട് പല കാര്യങ്ങളിലും CPM എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും അവരെടുക്കുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്ന് കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അടങ്ങുന്ന ഒരു മുന്നണിയിലേക്ക് അവർ പോകും എന്ന് ഞാൻ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല കാര്യത്തിൽ. CPI ഏതാനും വ്യക്തികൾ ചേർന്ന് തീരുമാനിച്ചു അല്ല കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കിയത്. അത് കോൺഗ്രസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഇന്ത്യയിൽ ഭരണമാറ്റം, ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് CPIയുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനപ്രകാരം പോയതാണ്. ആ നയം ശരിയല്ല, ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്ന് CPIയുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്താണ് അവർ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പദം, PKV മുഖ്യമന്ത്രിയായിരുന്നു, ആ പദം വലിച്ചെറിഞ്ഞിട്ടാണ് LDFൽ ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നയം രൂപീകരിച്ച പാർട്ടിയാണ് CPI. അവർ ഒരു സുപ്രഭാതത്തിലൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റു, കുറച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റു, അല്ലെങ്കിൽ കുറച്ച് സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 പേര് ചർച്ച ചെയ്താൽ ഉടനെ നേരെ ഓടി അപ്പുറത്തോട്ട് പോവുകയാണോ? അങ്ങനെയൊന്നും പോകാൻ പറ്റുന്നൊരു പാർട്ടിയല്ല CPI. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നവർ വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നതാണ്. ഈ കേരളത്തിലൊട്ടാകെ BJPയുടെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ. അത് സത്യത്തിൽ ബാധിച്ചിരിക്കുന്നത് 2024 18 സീറ്റുകൾ വിജയിച്ചിരിക്കുന്ന UDFനെയാണോ, അതല്ല നിലവിൽ 2019 പോലെ ഒരു സീറ്റിൽ മാത്രം വീണ്ടും പിടിച്ചു നിൽക്കേണ്ടി വന്ന ഇടതുപക്ഷത്തിനെയാണോ? രണ്ടുപേരെയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞപ്പോൾ ആലപ്പുഴ എടുക്കുമ്പോൾ കൂടുതൽ വോട്ട് പോയിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയാണ്. തൃശ്ശൂർ എടുക്കുമ്പോൾ കൂടുതൽ വോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ രണ്ടു കൂട്ടരെയും പോയിട്ടുണ്ട്. അതെ, ആലത്തൂരിലെ വിജയത്തിൻ്റെത് അങ്ങനെയും പറയാം. നമുക്കത് പരിശോധിച്ച് നോക്കണം. അതല്ല, അതിന് വ്യക്തമായി ഞാൻ പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. കാര്യം അവർ വോട്ട് പിടിച്ചതുകൊണ്ടാണ് ജയിച്ചത് എന്ന്. സരസ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്
30,000 വോട്ടിൻ്റെ കൂടുതലായിരുന്നു കഴിഞ്ഞ അല്ല, അത് യു ഡി എഫിൽ നിന്നും പോയിട്ടുണ്ടോ ഇല്ല എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മളിപ്പോൾ പറയാൻ പറ്റത്തില്ല. വിശദമായി പരിശോധിച്ചാലേ അത് പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അവിടെ വേറെയും ചില അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. ചില കോൺഗ്രസിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ കൂടി സഹായിച്ചിട്ടുണ്ട്, അകത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടി വന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പല മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ വോട്ട് വളർത്താനും കാരണമായിട്ടുണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിച്ച് അത് പരിഹരിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. വൻതോതിലുള്ള കള്ളപ്രചാര വേലകളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS മിഷണറിയും ബി ജെ പി സംഘടനയും അവരുടെ ഈ തെരഞ്ഞെടുപ്പ് മിഷണറിയുടെ ദുരുപയോഗം എന്നാണ് നമ്മൾ പറയേണ്ട വാസ്തവത്തിൽ. ഇപ്പം ഇവിടെ തന്നെ രണ്ട് കൂട്ടരും RSS ബി ജെ പി ഉപയോഗിച്ചിരിക്കുന്ന പ്രചരണ തന്ത്രങ്ങൾ എനിക്കെതിരായി ഉപയോഗിക്കുന്നത് കൊള്ളാവുന്ന നോക്കി കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ ഒരു മുസ്ലിം തീവ്രവാദിയാക്കാനായിരുന്നു അവർ ആദ്യഘട്ടം മുതലേ തന്നെ ശ്രമിച്ചിരുന്നത്. അതിനവരെടുത്ത് ഉപയോഗിച്ചത് പച്ചക്കള്ളമാണ്, നുണ പ്രചരണങ്ങൾ. ഒന്ന് ശബരിമലയിൽ ആളെ കയറ്റാൻ ഞാൻ ശ്രമിച്ചു. അതായത് 2019 ഒരു തെരഞ്ഞെടുപ്പ് അനന്തരം വിജയം നേടിയ എന്നെ അനുമോദിക്കുന്നതിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു വലിയ അനുമോദന സമ്മേളനം വെച്ചു. 70-80ഓളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. എല്ലാ ചാനലും ഉണ്ടായിരുന്നു, എല്ലാ വാർത്താ മാധ്യമങ്ങളുണ്ടായിരുന്നു, ദൃശ്യ വാർത്താ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇരിക്കുന്ന സദസ്സിലാണ് സമ്മേളനാനന്തരം സ്വീകരണാനന്തരം ജനൻ TV-യുടെ ഒരു ലേഖകൻ്റെ ഒരു ചോദ്യം. ശബരിമല വിഷയത്തിലുള്ള CPM-ൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകൾ അല്ലേ ഈ വലിയ പരാജയത്തിന് കാരണം? വേറെ അത്രയും മാധ്യമപ്രവർത്തകരുണ്ട്, അവർക്ക് ആർക്കും ഈ സംശയമില്ല, ഈ ഇദ്ദേഹത്തിന് മാത്രമാണ് സംശയം. അപ്പം ഞാൻ പറഞ്ഞു, ആ ആക്ഷേപം ശരിയായ നിലയിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചാൽ CPM-നും ഗവൺമെൻറ്റും എടുത്ത നിലപാട് ശരിയെന്നവർക്ക് മനസ്സിലാവും. ഞങ്ങൾ പരമാവധി അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം സുപ്രീം കോടതിയുടെ ബെഞ്ചാണ് ഇതിന് വിധി പറഞ്ഞത്. ആ ബെഞ്ചിൻ്റെ വിധി നടപ്പിലാക്കാൻ ആ വിധിയും കയ്യിൽ പിടിച്ച് ഏതെങ്കിലും ഒരു യുവതിക്ക് വരികയാണ് ശബരിമല കയറണമെന്ന് പറഞ്ഞാൽ കയറാനുള്ള സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ചോദിക്കും, ഞങ്ങളുടെ ഉത്തരവ് നടപ്പിലാക്കാൻ കെൽപ്പില്ലാത്തൊരു സർക്കാരിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു സുവർണാവസരമായി വിനിയോഗിച്ച് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വന്നാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതിനപ്പുറമായി ഒരാളെപ്പോലും അവിടെ നിർബന്ധിച്ച് കയറ്റാൻ ഞങ്ങൾക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല, പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ആഹ്വാനം ചെയ്താൽ മതിയായിരുന്നു, ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് യുവതികൾ അവിടെ എത്തും. SFIയിലും DYFIയിലുള്ള ഒരാളോടെങ്കിലും പറഞ്ഞോ വരാൻ? ഒരാളെങ്കിലും വന്നോ? ഒരാളും വന്നില്ല, ഒരാളോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് വിശ്വാസികളെ വെല്ലുവിളിക്കാൻ ഒരാഗ്രഹമില്ലായിരുന്നു, പാർട്ടിക്കും അതും ഇല്ലായിരുന്നു. ആവശ്യമുള്ളവർ വരട്ടെ, അല്ലെങ്കിൽ വരാത്തത്. ഇതാണ് നിലപാട്. വന്ന സംരക്ഷണം അന്നേരം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഈ കമൻറ്റ് കോടതി പറഞ്ഞാൽ മതി, മോഡി കെൽപ്പില്ലാത്ത സർക്കാരാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുന്നു എന്ന് പറയും. ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആരെയും കയറ്റാൻ ശ്രമിച്ചില്ല എന്നാണ് എൻ്റെ ഫുൾ കമൻറ്റ് മറുപടി. അതിൽ നിന്ന് എവിടെ വെച്ച് കട്ട് ചെയ്തു? കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫോൺ കോൾ ചെയ്താൽ ലക്ഷക്കണക്കിന് യുവതികൾ ശബരിമലയിലെത്തും. അവിടെ നെഞ്ചത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് എല്ലാ വാട്സപ്പ് ചാനലുകളിലും ഗ്രൂപ്പുകളിലും എല്ലാ ഫേസ്ബുക്കുകളിലും ആയിട്ട് ഇപ്പോൾ എന്നെ കേസെടുത്ത് പ്രതികളെ പിടിച്ച് കേസെടുത്തിരിക്കുകയാണ്. FIR ഒക്കെ ഇട്ട് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ശിക്ഷിക്കുന്നത് എപ്പോഴാണ്? ഞാൻ തോറ്റു കഴിഞ്ഞിട്ടല്ലേ. ഞാൻ പറയും, ഇങ്ങനെയുള്ള ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഇത് കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫലത്തിൽ അത് കൂടുതൽ ഗുണം ചെയ്തത് BJPക്കാണെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾ ആര് നിന്നാലും അവരെയെല്ലാം സാമുദായികമായി വക്രീകരിക്കുന്ന പ്രചരണ തന്ത്രങ്ങളാണ് BJP ആവിഷ്കരിക്കുന്നത്. അതിനുവേണ്ടി നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഉള്ള ഒരു വലിയ സെറ്റുണ്ട്. ആ സെറ്റിനെയെല്ലാം നമ്മൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വിശ്വാസ സമൂഹത്തിനിടയിൽ പഴയതുപോലല്ല. ഇപ്പോൾ ഭജന സംഘങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അത് SNDPക്ക് ഉണ്ട് നന്നായിട്ട്. NSSന് ഉണ്ട്, കുറച്ചുണ്ട്.
എല്ലായിടത്തും പൂർണ്ണമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. NSSനുണ്ട്, SNDPക്കുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഇതെല്ലാം സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. ഈ സ്ത്രീകളുടെ കൂട്ടായ്മയിലേക്ക് വൻതോതിൽ ഇത്തരത്തിലുള്ള പ്രചാരവേല ഇവിടെ അഴിച്ചുവിട്ടു. അപ്പോൾ ഈ പ്രചരണ തന്ത്രം ഈ മെക്കാനിസം നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ വചനസംഘം ഇല്ല നമ്മുടെ കയ്യിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ നേരത്തെ സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, പെൻഷൻ കുടിശ്ശിക അതുപോലെയുള്ള പലതും മുടങ്ങുമ്പോൾ ഗവൺമെൻറ്റിനെ ലക്ഷ്യമാക്കി വൻകിട വാർത്താ മാധ്യമങ്ങളെല്ലാം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താ ചാനലുകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാനലുകളുടെ പ്രചരണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത് ഏറ്റുപിടിച്ച് NDAയുടെ സ്ഥാനാർത്ഥി പ്രചരിപ്പിക്കുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയുടെ പ്രസംഗങ്ങൾ അപ്പോൾ തന്നെ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതോടൊപ്പം തന്നെ വർഗീയത വലിയ തോതിൽ എനിക്കെതിരായി പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വൻതോതിലുള്ള ഒരു ക്യാമ്പയിൻ രീതിയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതൊക്കെ എങ്ങനെ മുറിച്ച് കടക്കാനാകുമെന്നെ സംബന്ധിച്ച് കുറച്ച് ഗൗരവമേറിയ ഇടപെടലാണ് വേണ്ടി വരുന്നത്. കാര്യം എന്തായാലും കേരളീയ സമൂഹത്തെ വലിയ തോതിൽ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി തലത്തിൽ ഇതിപ്പോൾ പറഞ്ഞില്ലേ, പലരെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മറുവശത്തും ഉണ്ടാകും. ഏതാ ആ രണ്ട് വിഭാഗങ്ങളുടെയും സ്വാധീനം പാർട്ടി അണികളിലേക്കും പാർട്ടി മെമ്പർമാരിലേക്ക് പോലും അത് എത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തുകൊണ്ടേ ഇനി ഇതിനെ മുറിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ. ആലപ്പുഴയുടെ ഒരു പ്രാദേശിക രാഷ്ട്രീയ രീതികളിൽ പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഇടതുപക്ഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പല തവണ വാർത്തകളിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് G. സുധാകരൻ എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വിഷയം, അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയിൽ നിന്നുള്ള അകൽച്ച ഈ തോൽവിയെ ബാധിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നന്നായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു എനിക്ക് വേണ്ടി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതല നിർവഹിക്കുന്ന പോലെ തന്നെ അദ്ദേഹം 10-60ഓളം കേന്ദ്രങ്ങൾ പ്രസംഗിച്ചിരുന്നു, കുടുംബയോഗങ്ങൾ പങ്കെടുത്തിരുന്നു, കൺവെൻഷനൊക്കെ പങ്കെടുത്തിരുന്നു. അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പല കാര്യങ്ങൾ കണ്ടേക്കാം. അതൊന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹം കൺവെൻഷൻ വന്നു. കൺവെൻഷനിൽ LDFൻ്റെ ആദ്യത്തെ കൺവെൻഷൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചത് വളരെ നന്നായ നിലയിൽ. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്ത ഇൻ്റർവ്യൂവിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ആരിഫിനെ നിശ്ചയിച്ച് റോങ് ചോയ്സ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പുസ്തകം പാർലമെൻറ്റിലെ എക്സ്പീരിയൻസ് വെച്ചു പാർലമെൻറ്റിലെ 113 പുസ്തകങ്ങൾ DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുസ്തകം പ്രകാശനം ചെയ്തത് G. സുധാകരനാണ്. വളരെ നന്നായി ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരു ദേശീയ തലത്തിലെ നേതാവിനൊക്കെയാണ് ഞാൻ ആദ്യം കണക്കാക്കിയിരുന്നത്. പക്ഷെ അവരാരും വിളിക്കാനൊന്നും സമയം കിട്ടില്ല, പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ താമസിച്ചു. പിന്നെ എനിക്ക് ദേശീയ തലത്തിലെ നേതാക്കളേക്കാൾ നല്ലത് അദ്ദേഹം തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹം പ്രകാശനം ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടുടനെ ആ പുസ്തകം കൊടുത്ത സമയത്തിനുള്ളിൽ ഒരു 18 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഗംഭീരമായി പഠിച്ചവിടെ അവതരിപ്പിച്ചു, പ്രകാശനം ചെയ്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതികൂലമായ നിലപാടെടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ പലതവണയും ഇപ്പം അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് അനുഗ്രഹം നൽകുന്നു, G. സുധാകരൻ്റെ ഭാര്യ. അപ്പം G. സുധാകരൻ നരേന്ദ്രമോദിയെ പറ്റി പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. സ്വാഭാവികമായും BJP G. സുധാകരനെ നല്ലൊരു കൈ നീട്ടി സ്വീകരിക്കുന്നൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിയായിട്ടുണ്ട് ഇത്തരത്തിൽ BJPയുടെ ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള G. സുധാകരൻ്റെ പ്രകടനങ്ങൾ? സുധാകർ സാവ് പ്രതികരിച്ചതല്ല ഇപ്പോഴല്ലേ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോഴോ അല്ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ മോദിയെ സംബന്ധിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞതൊക്കെ. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ അല്ല മാധ്യമപ്രവർത്തകൻ കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പിന്നെ ശക്തനായ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞ അർത്ഥത്തിൽ രണ്ടും രണ്ടർത്ഥമാണ് പുള്ളി കണ്ടതെന്നാണ് പുള്ളി തന്നെ അതിന് വന്നതും പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസത്തെ പുള്ളി വിശദീകരിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ഇതെല്ലാം ഈ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് വോട്ട് ചെയ്യുകയും എന്നെ നിർലോഭമായി സഹായിക്കുകയും ചെയ്യുന്ന ചില പ്രമുഖ വ്യക്തികളുണ്ട്, ചില സമുദായ നേതാക്കന്മാരുണ്ട്. അവിടേക്ക് UDFൻ്റെ സ്ഥാനാർത്ഥി ചെന്ന് കെട്ടി അങ്ങ് പിടിച്ച് ഫോട്ടോ ഇട്ടു. ഏതാ
പിന്നെ ഫേസ്ബുക്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഇട്ടു, ഇൻസ്റ്റയിലും പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അത് കണ്ടുകൊണ്ട് അദ്ദേഹം വിളിച്ചു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞ് ഒഴിക്കാൻ പറ്റുമോ? അപ്പോൾ തെരഞ്ഞെടുപ്പല്ലേ, അവരാ തന്ത്രങ്ങൾ കാണിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ വരണം, പുള്ളിയുടെ ആവശ്യം അതാണ്. ഇതാ ഞാൻ ചെന്നിട്ട് അതുപോലെ തന്നെ ഒരു കെട്ടിപ്പിടുത്തം നടത്തണം, എന്നിട്ട് ഇടണം. അത് ഞാൻ പോയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് എന്നെ അദ്ദേഹം തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രശസ്തരായ ആളുകളിലേക്ക് വീട്ടിലേക്ക് ഒരു എതിർ സ്ഥാനാർത്ഥി കടന്നു വരികയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരണ്ടെന്ന് പറയുമോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പറയുമോ വേണ്ടെന്ന്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളെയും കാണാൻ അപ്പുറത്ത് സ്ഥാനാർത്ഥി വന്നാൽ നമ്മൾ പറയുമോ ഇവിടെ വരരുതെന്ന് പറയുമോ? ഞാൻ ചെന്നാൽ അവർ പറയുമോ വേണ്ടെന്ന്? വരച്ച് മോഹം കറുപ്പിച്ചൊക്കെ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഏതാ ഒരു ഇത് തരത്തില്ലായിരിക്കും. എന്നാലും കയറി വരുമ്പം നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ അനുസരിച്ച് ഇത് ചെയ്യും. എനിക്കിഷ്ടമല്ലാത്ത ഒരു പ്രമുഖ ആത്മീയ നേതാവിൻ്റെ വീട്ടിൽ, ഇഷ്ടമല്ലാന്ന് വെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള, ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ആത്മീയ നേതാവിൻ്റെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ ആ ആത്മീയ നേതാവ് അതിന് മുമ്പ് ശോഭാ സുരേന്ദ്രനെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാണ് അത്. അപ്പോൾ എന്നോട് ചെന്നപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാം പറഞ്ഞു, കഴിഞ്ഞ ദിവസം വന്നു, കൈ വെച്ച് അനുഗ്രഹിച്ചു, ഇത് ചെയ്തു, വിട്ടതാണ് എന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ പറഞ്ഞു, എനിക്കെന്താ സ്വാമി അനുഗ്രഹം തരത്തില്ലേ എന്ന് ചോദിച്ചു. എനിക്കും തന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചുകൊണ്ട് നമ്മളൊരാളോട് ആ ആൾ ആക്ച്വലി ആ ആളിൻ്റെ മനസ്സ് എനിക്ക് അനുകൂലമല്ല, എനിക്കറിയാം ഏതാ. പക്ഷേ എന്നോട് നല്ല പെരുമാറ്റമാണ് അദ്ദേഹം. പെരുമാറ്റത്തിലൊന്നും കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പിന്നെ BJP ആയി എന്ന് പറയാൻ പറ്റുമോ? അത് ആ വ്യക്തിയോടുള്ള സ്നേഹമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്. അത് അല്ല, നരേന്ദ്രമോദിയോടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വീട്ടിൽ വന്ന് ഭാര്യ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മൾ ആ നിലയിൽ എടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാ ഇപ്പം ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് എടുത്താൽ മതി, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരിത് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമില്ലാത്തവർ നമ്മളെ ഇഷ്ടമില്ലാത്തവർ പോലും നമ്മളോട് ഇഷ്ടത്തോടെ പെരുമാറിയ അനുഭവം ഞാൻ പറഞ്ഞത്. ഏതാ ഉള്ളുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ആൾ പോലും നമ്മളോട് പെരുമാറിയത് എങ്ങനെയാണ് അത് കണ്ടുകൊണ്ട് ഞാൻ വോട്ടും കൂട്ടി പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ കരുതിയാൽ മതി. ജീസുവാറിൻ്റെ ഭാര്യയെ അടുത്ത് എന്ന കാര്യം ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയെക്കുറിച്ചൊക്കെ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ആ തിരുത്തി പറഞ്ഞത് കുറച്ചുകൂടി എൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം അഴിമതിക്കാരനല്ലെന്നോ സത്യസന്ധനാണെന്നോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കുറിച്ച് താരതമ്യേന UPA ഭരണകാലത്തെ മന്ത്രിമാരെക്കുറിച്ച് കേട്ടതുപോലെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശരിയായിരിക്കാം. ചിലപ്പോൾ ഹോൾസെയിലായിട്ട് അദ്ദേഹം നടത്തുന്നതുകൊണ്ട് റീറ്റെയിൽ വേണ്ടാന്ന് വെച്ച് കാണുമായിരിക്കും. ഈ ഈഴവ സമുദായത്തെ, കാലങ്ങളായി ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഈഴവ സമുദായത്തെ അകറ്റി നിർത്തുന്ന ഒരു നിലപാട് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിക്കുന്നുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം 27% ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളും BJPയിലേക്ക് പോയിട്ടുണ്ട് ഇത്തവണ. അതുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുമോ? അതായത് CPMൻ്റെ സെക്രട്ടറിമാരുടെ എണ്ണം, CPM സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എല്ലാം എടുത്തു. CPM ഒരിക്കലും അവരെ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റായിട്ട് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തിട്ടുള്ളത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഭാരവാഹിത്വത്തിലെല്ലാം എടുത്താലും. പിന്നെ ഭരണതലത്തിൽ ഒരൊറ്റ ചീഫ് സെക്രട്ടറി പോലും മുസ്ലിമായിട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കണക്കെല്ലാം എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ പറയാനാണെങ്കിൽ നോക്കി പറയാം അതെല്ലാം. ഇതൊക്കെ ആവശ്യമില്ലാതെ നമുക്കിടയിൽ സാമുദായിക സ്പർദ്ധ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് മറുപടി മറ്റേ സമുദായം പറയുന്നു. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി പോളറൈസ് ചെയ്യാണ്. അദ്ദേഹത്തിന് ഉടനെ വെള്ളാപ്പള്ളി നടേശനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ പ്രസ്താവന ഇറക്കുന്നു. ഉടനെ മറ്റേ കൂട്ടരെ സമസ്തയോ അല്ലെങ്കിൽ SDPIക്കാരനെയോ അല്ലെങ്കിൽ മറ്റവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു കൂട്ടർ വരുന്നു. എന്ന് പറഞ്ഞാൽ മതപരമായി സാമുദായികമായി കുറച്ചുകൂടി കലങ്ങുകയാണ് കേരള രാഷ്ട്രീയം. ഏതാ ഇതിൽ നിന്ന് മുതലെടുക്കുന്ന ആരാ? അപ്പുറത്തുനിന്ന് മുതലെടുക്കാൻ പോകുന്നത് ലീഗും അതുപോലുള്ള കക്ഷികളായിരിക്കും. ഇപ്പുറത്ത് മുതലെടുക്കാൻ പോകുന്നത് NDA ആയിരിക്കും. വാസ്തവത്തിൽ ഇപ്പോഴത്തുള്ള കമൻറ്റുകളെല്ലാം ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇപ്പോൾ നടത്തുന്ന എല്ലാ കമൻറ്റുകളും, അദ്ദേഹത്തെ പിന്തുണച്ച് നടത്തുന്ന കമൻറ്റുകളെല്ലാം അതിൻ്റെ ബെനിഫിഷ്യറിയായി NDA വരും, BJP വരും. അതായത് ഈ ഈഴവ സമുദായം
അതായത് ഈ ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന BDJS പോലൊരു പാർട്ടി RSSൻ്റെ ഒരു രണ്ടാം പാർട്ടി അല്ലെങ്കിൽ BJPയുടെ രണ്ടാം പാർട്ടിയായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിൽ BJPക്ക് ഇവിടെ 10-15% 10%-അപ്പുറം വോട്ട് ഷെയർ ഇല്ലായിരുന്നല്ലോ. SNDP എന്ന് പറയുന്ന മിഷണറി ഉപയോഗിച്ച് BDJS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി, ആ BDJS BJPയും തമ്മിൽ ധാരണയുണ്ടാക്കി NDAയുടെ ഘടകകക്ഷിയായി BDJS വന്നപ്പോഴാണല്ലോ ഇതിൻ്റെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൻ്റെ മുഴുവൻ ക്ലാസ്സുകളിലും ഇതിലും അതിൻ്റെ പ്രസംഗങ്ങളിലും പരിപാടികളിലും എല്ലാം നിലവിലുള്ള ഇടത് വലത് മുന്നണികൾ ഈഴവ സമുദായത്തെ അവഗണിച്ചു, ആക്ഷേപിച്ചു, അവർക്ക് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുള്ള ബ്രെയിൻ വാഷിങ്ങാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ BDJS എന്ന് പറയുന്ന സംഘടന പ്രദാനം ചെയ്യുന്നത് പോലും ഈഴവ സമുദായത്തെയാണ്. അവർ പറയുന്ന നായാടി മുതൽ നമ്പൂരി വരെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവരെല്ലാം പോയി ആ വഴിക്ക്. ഒരു നമ്പൂരിയും ഇപ്പോൾ BDJSിലില്ല. ഒരാളുണ്ടായിരുന്നത് അദ്ദേഹവും പോയി. ഏതാണ്ടൊരു പിന്നെ PDPയുടെയൊക്കെ 1-2 പേരൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. അവരെല്ലാം പോയി. BDJS എന്ന് പറഞ്ഞാൽ ഇപ്പം പൂർണ്ണമായും തുഷാർ വെള്ളാപ്പള്ളിയുടെ സംഘടനയായി മാറി. അദ്ദേഹം SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും എല്ലാം ഭാരവാഹിയാണ്. ആ യൂത്ത് മൂവ്മെൻറ്റ് എല്ലാം ഭാരവാഹി. അദ്ദേഹം ഇതിൻ്റെ സംഘടനാ മിഷണറി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ മിഷണറിക്ക് പുറമെയാണ് ഇത്തവണ ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശനും കൂടി ഒരാളല്ലോ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അവരും കൂടി ഇറങ്ങിക്കൂടി ഈഴവ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്കിടയിൽ ഞങ്ങൾ ഇനി ആ സാമുദായിക പണ്ട് രാഷ്ട്രീയം സ്വാധീനിച്ചിരുന്നതിൽ നിന്ന് കുറച്ച് സാമുദായികമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് സാമുദായികമായി വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായും അവരുടെ പ്രസ്ഥാനം BJP ആണെന്ന് അവർ കരുതിയിട്ടുണ്ടാവും. അതായത് ന്യൂനപക്ഷ പ്രീണനം ഇടതുപക്ഷം കാട്ടുന്നുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു ഉദാഹരണം പോലെ പറഞ്ഞത് AM ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം വെച്ചിട്ടാണ്. അതായത് ആലപ്പുഴ പോലെ ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്തൊരിടത്ത് AM ആരിഫിനെ പോലെ ഒരു ന്യൂനപക്ഷ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു ആരോപണത്തിൻ്റെ ഉദാഹരണം. അതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? ഞാനൊരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഞാനൊറ്റക്കാരനെ കൊണ്ടാണ് ന്യൂനപക്ഷ പ്രീണനം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ 3 തവണ അരൂരിൽ മത്സരിച്ച് ജയിച്ചു. ഗൗരിയമ്മ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിലെ ഏറ്റവും പ്രാമാണിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് 10-40 വർഷക്കാലമായി ഇവിടെ നിന്ന് ആ ഗൗരിയമ്മയോട് മത്സരിച്ചാണ് ഞാൻ ജയിച്ചു വരുന്നത്. അവിടെ ഏതാണ്ടൊരു പകുതി സമുദായം, അതായത് ആകെയുള്ള ജനസംഖ്യയിൽ പകുതിയോളം ഈഴവ സമുദായമാണ്. അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ 10-39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 3-ാം തവണ ജയിച്ചു വരുന്നത്. BDJS ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇത്രയും ഭൂരിപക്ഷം ജയിക്കുന്നത്. അപ്പം അവിടെയൊന്നും തന്നെ പോയി ഞാനൊരു മതത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. പക്ഷേ ആ ശ്രമം അന്ന് ഉപേക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്നെ സ്ഥാനാർത്ഥി ഇവിടെ ഓരോരുത്തരെയും ഇവിടെ നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥി നിർത്തി കൊടുത്തല്ലോ ഈഴവ സമുദായത്തെ. ചെത്തുകാരൻ്റെ മകനായ ചന്ദ്രബാബുവിനെ ജയിപ്പിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞത് ചെത്തുകാരൻ്റെ മകനാണെങ്കിലും അവൻ കൊള്ളാവുന്ന ഈഴവനല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ വാചകം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തെ നല്ല ഈഴവനല്ല. ഏതാ ഈ നല്ല ഈഴവൻ? അപ്പോൾ ഇവിടെ ചന്ദ്രബാബുവിന് KC വേണുഗോപാലിനെതിരെ നിർത്തി കൊടുത്തല്ലോ. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ വൈമനസ്യം കാണിച്ചിരുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ ഉണ്ടായിരുന്നല്ലോ. മത്സരിക്കാനൊക്കെ വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് മത്സരിക്കാൻ നിർത്തി കൊടുത്തത് ഈസിയായി ജയിക്കാവുന്ന സന്ദർഭമായിരുന്നത്. ജയിപ്പിച്ചോ? പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സ്പർദ്ധ വളർത്തി അതിൻ്റെ ബെനിഫിഷ്യറിക്ക് കൂടുതൽ ഗുണമുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ശരിയായ നിഗമനത്തിലെത്തി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെല്ലാം BJPക്ക് അനുകൂലമായിരുന്നു എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന് മറുപടി ഇപ്പോൾ ഞാൻ ഇടതുപക്ഷാനുഭവം എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും ഇപ്പോൾ നമ്മളൊക്കെ പക്ഷേ അദ്ദേഹത്തിന് കലഹിക്കാൻ പോയിട്ടില്ല. കാര്യം അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. ആ സമുദായ നേതാവിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന 10,000-കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തോട് കലഹിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെക്കുറിച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നമ്മളിപ്പോൾ കുറച്ചുകൂടി ഇത് എന്താ പറയുക, പറയാൻ പോകുന്ന വാചകം സാമുദായികമായി ചിത്രീകരിക്കുന്ന വാചകങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും അദ്ദേഹത്തോട് പരസ്യമായി കലഹിക്കാൻ ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോൾ ഒരിക്കലും പോകാറില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം പ്രസംഗിച്ചായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാൻ നന്ദികേട് കാണിച്ചു. എന്ത് നന്ദികേട് കാണിച്ചു?
അദ്ദേഹം പ്രസംഗിച്ചു ഞാൻ തല മുട്ടയടിച്ച് കളയും ആരിഫ് ജയിച്ചില്ലെങ്കിൽ. അപ്പോൾ എന്നെ നിർത്തുന്നതിന് എങ്ങനെ അത്രയും വാശി പിടിക്കേണ്ട കാര്യം എന്താ? അന്നേരം ഞാൻ മുസ്ലിം അല്ലായിരുന്നു. കഴിഞ്ഞ തവണ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ ശ്രമം നടത്തിയെന്നാണല്ലോ സത്യമാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് മാത്രമല്ല അത് സത്യം കൂടിയാണ്. ആ സത്യം നടക്കുമ്പോൾ ഞാൻ മുസ്ലിം അല്ലാതെ ആയിരുന്നു പോയോ? എന്നാൽ അദ്ദേഹം അന്നേരം പറയട്ടെ. അപ്പം അന്നേരം പറയാതിരുന്ന ആൾ ഇപ്പോൾ പറയുന്നത് എന്താ? അപ്പോൾ ദുരുദ്ദേശപരമാണ്. അതായത് കൂടുതൽ സമുദായപരമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാനൊന്നും വരുന്നില്ല. ഇനി AM ആരിഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത യാത്ര എന്തിലേക്കാണ്? ഞാനിപ്പോൾ 18.5 വർഷം നിയമസഭയിലും പാർലമെൻറ്റിലും ആയി പ്രവർത്തിച്ചു. അതിനു മുമ്പ് ഒരു 4 കൊല്ലക്കാലം ജില്ലാ കൗൺസിലിൽ പ്രവർത്തിച്ചു. ഇനി പാർട്ടി എന്ത് ചുമതലയാണോ തരുന്നത് ആ ചുമതല നിർവഹിക്കലാണ് നമ്മുടെ പാർട്ടിക്ക് കേഡർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു ചുമതലയും തരാതിരിക്കത്തില്ല. പാർട്ടി പ്രവർത്തനത്തിൽ സാധാരണ പാർട്ടി മെമ്പർമാർ ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്ത് ചുമതല തരും പാർട്ടി വർക്കിൻ്റെ ഭാഗമായി. ഞാൻ നേരത്തെ ഏരിയ സെക്രട്ടറിയായി, പാർട്ടി ഏരിയ സെക്രട്ടറിയായി 2 ടേം ഇരുന്നത് ചേർത്തലയിലാണ്. ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരുന്നു. അവിടെ കൂടിയാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത് 86-ൽ. 27 വർഷമായി ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളെന്ന നിലയിൽ എനിക്കിഷ്ടം ചേർത്തലയിലെ ചുമതല തന്ന് ചേർത്തലക്കാരിലെ പാർട്ടിയെ സഹായിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ചേർത്തല ബാർ അസോസിയേഷൻ മെമ്പറാണ് ഞാൻ ഇപ്പോഴും. എനിക്കിവിടെ വക്കീലാഫീസുണ്ട് ഇപ്പോഴും. അവിടെ എൻ്റെ പേരൊക്കെ ഉള്ള വക്കീലാഫീസുണ്ട്. അപ്പോൾ ആ വക്കീലാഫീസിൽ പോയി വക്കീൽ പണിയും അതോടൊപ്പം പാർട്ടി തരുന്ന ചുമതലയും കൂടി ചെയ്തുകൊണ്ട് പോകണമെന്നാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചേർത്തലയുടെ MLA ആയിട്ടൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? ചേർത്തല MLA ചേർത്തല എപ്പോഴും CPയുടെ മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. എന്തായാലും നമ്മൾ ഈ ചുമതലകളെല്ലാം MLA ആയാലും MP ആകാൻ വേണ്ടി മാത്രം ജനിച്ച ആളൊന്നും അല്ലല്ലോ. ഇത്രയും അവസരം പാർട്ടി തന്നില്ലേ. 3 തവണ MLA ആയി, 1 തവണ MP ആയി ഒക്കെ പ്രവർത്തിച്ചു. മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമല്ലേ യഥാർത്ഥത്തിൽ കിട്ടിയത്. എത്രയോ സഖാക്കൾ ഇവിടെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനൊക്കെ യോഗ്യതയുള്ള എന്നേക്കാൾ യോഗ്യതയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാത്ത ഒരു സൗകര്യം പാർട്ടി എനിക്ക് തന്നിട്ടുണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവസാനമായൊരു ചോദ്യം കൂടെ. ഇടതുപക്ഷത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിന് ഉണ്ടാക്കേണ്ടതെന്ന് തോന്നുന്നത്? അല്ല, അത് പാർട്ടി ഒരു ഫ്രെയിം വർക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി മേഖലാ തലങ്ങളിൽ ഉണ്ടായ യോഗങ്ങൾ വിളിച്ച് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തന്നെ പങ്കെടുത്ത് സ്വയം വിമർശനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ താഴെ തലങ്ങളിലേക്കുള്ള യോഗങ്ങൾ വെക്കുന്നുണ്ട്. കുടുംബയോഗങ്ങൾ വരെ പോകുന്നുണ്ട്. അവിടെ എല്ലാം പോയി തെറ്റും കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറഞ്ഞ് ജനങ്ങളെ വിശ്വാസം ആർജിച്ചെടുത്താൽ കഴിഞ്ഞ തവണയും 2019 കാണാൻ ഒരു തരി തന്നെയായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വമ്പൻ വിജയം ഉണ്ടായി. 90-ൽ നിന്ന് 99-ലേക്ക് വന്നു. ഇനി 20-ൽ തോറ്റിട്ടുണ്ട് CPM 77-ൽ. ആ 20-ൽ ഒരെണ്ണത്തിലെങ്കിലും ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കിട്ടിയിട്ടുള്ളൂ. 20-ൽ തോറ്റെടുത്തു നിന്നാണല്ലോ ഈ കയറി വന്നത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തിരിച്ചടികളെ അതിജീവിക്കാൻ പാർട്ടിയും സംഘടനാ സംവിധാനങ്ങളും കൂടി ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. പാർട്ടിയും സംഘടനയും അതിനെ ശക്തിപ്പെടുത്തിയെടുക്കണം. അത് മുൻകാലങ്ങളിൽ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ പറ്റത്തില്ല. 10 ഇരട്ടി ജോലി ചെയ്താലേ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു വർഗീയ പോളറൈസേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കൂടുതൽ കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ സാഹചര്യത്തിൽ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് സമഗ്രമായ ജോലിയാണ്. പക്ഷേ അതിൽ പാർട്ടി അതിജീവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. BJPയുടെ കടന്നുവരവോടുകൂടി ഒരു വർഗീയ ധ്രുവീകരണം കേരള സംസ്ഥാനത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു കഠിനാധ്വാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ആലപ്പുഴയുടെ മുൻ MP AM ആരിഫ് പറയുന്നത്.